പഠിച്ച എൻ്റെ കലാലയം അടൂരിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന അടൂർ സെന്റ് മേരീസ് MMGHS. അതെ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ പഠിച്ച എൻ്റെ കലാലയത്തിൽ തന്നെ എൻ്റെ മക്കളെയും പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ ഏറ്റവും അഭിമാനിക്കുകയാണ്. എൻ്റെ മകൾ ഇന്ന് ഈ സ്കൂളിൽ 10ാം സ്റ്റാൻഡേർഡിലേക്ക് കടന്നിരിക്കുകയാണ്. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, MBTA പ്രസിഡന്റ് എന്ന നിലയിലും PTയോടൊപ്പം ഈ മാനേജ്മെന്റിനോടൊപ്പം ഈ സ്കൂളിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ സ്കൂൾ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായി പഠനത്തിലായാലും മറ്റ് ആക്ടിവിറ്റീസുകളിലായാലും ഈ സ്കൂളിലെ കുട്ടികൾ പത്തനംതിട്ട ജില്ലയിൽ ഈ സ്കൂളിനെ ഏറ്റവും അത്യുഗ്രതയിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അടൂരിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സ്കൂൾ നമ്മളുടെ കുട്ടികൾക്ക് കടന്നു വരുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കൂളാണ്. പഠിക്കുവാനുള്ള നല്ല അന്തരീക്ഷമുള്ള ഏറ്റവും നല്ല ഒരു സ്കൂളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അടൂർ സെന്റ് മേരീസ് സ്കൂൾ. ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, അവർക്ക് വേണ്ടുന്നതായ സുരക്ഷാ ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു സ്കൂൾ. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികളെ ധൈര്യപൂർവ്വം ഈ സ്കൂളിലെ കലാലയത്തിലേക്ക് കടത്തിവിടുക. കാരണം പഠന മികവോടൊപ്പം തന്നെ അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് വികസിപ്പിക്കുവാനുള്ള അവസരം നമ്മുടെ സ്കൂൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി മാനേജ്മെന്റും PTAയും MBTAയും ഒരേപോലെ പ്രവർത്തിക്കുന്നു. അതേപോലെ കുട്ടികളുടെ കഴിവുകൾ അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം ആ കുട്ടികൾ എത്ര ഉന്നതിയിൽ എത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പഠനം മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്നത്, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം കൂടി ലഭിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പഠനത്തോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ഉല്ലാസത്തിനും മാനസികമായ വളർച്ചയ്ക്കും ഈ സ്കൂൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ടീച്ചേഴ്സും HMഉം PTAയും ഒക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കലാലയം. അതെ, ഞാൻ പഠിച്ചു വന്ന എൻ്റെ കലാലയം അടൂർ സെന്റ് മേരീസ് MMGHS. അടൂർ സെന്റ് മേരീസ് MMHSന്റെ നിലവിലെ SMC ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് ഈ സ്കൂളിനോടൊപ്പം നിന്ന് ഇവിടുത്തെയുള്ള ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളോടൊപ്പം സ്കൂളിലെ അധ്യാപകരോടൊപ്പം ചേർന്ന് നിന്ന് ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിഞ്ഞിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്കൂളിനെ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാട്ടിലും മികവുറ്റതിൽ അപ്പുറമായി ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിലവിൽ ഞങ്ങളുടെ സ്കൂള് വളരെ സെക്യൂറാണ്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. നല്ല റിസൾട്ടോടു കൂടി അവർ പഠിച്ച് ഈ കലാലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കുഞ്ഞുങ്ങളാണ്. അവരിൽ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു കോമ്പൗണ്ട് തിരിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂളിനുള്ളിലേക്ക് ആര് കടന്നാലും സ്കൂളിന് പുറത്തേക്ക് ആര് പോയാലും ഞങ്ങൾക്ക് ആ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ക്യാമറകൾ അത് ഒപ്പിയെടുക്കുകയും ആ വിവരങ്ങൾ ഞങ്ങൾ രക്ഷകർത്താക്കൾക്കും അപ്പോഴപ്പോൾ സ്കൂളിൻ്റെ സിസ്റ്റത്തിലും അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ആ സിസ്റ്റം കണ്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഞങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടൂരിൻ്റെ പ്രദേശത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് സെന്റ് മേരീസ് സ്കൂൾ നിലകൊള്ളുന്നു. ഞങ്ങളുടെ ഈ അടൂർ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 20 കിലോമീറ്ററുകൾക്കപ്പുറങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഈ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ഏറ്റവും മികച്ചതായി പറയാൻ ഞങ്ങൾക്കുള്ളത് വാഹന സൗകര്യം. ഈ അടൂരിൻ്റെ വിവിധ സ്കൂളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും മികവായിട്ട് പറയാനുള്ള വാഹനം ഇറങ്ങി 2 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ എത്തിച്ചേരാൻ പറ്റും. ഈ സ്കൂളിൽ എത്തിച്ചേരാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. ആ കുഞ്ഞ് സ്കൂളിൽ എത്തുമ്പോൾ മുതൽ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് കടന്നു പോകുന്നത് വരെ ആ കുഞ്ഞിൻ്റെ എല്ലാ ചലനങ്ങളും ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ലഭിക്കുന്നു. അത് അപ്പോൾ ഞങ്ങൾ രക്ഷകർത്താക്കളെ അറിയിക്കുകയും ഒരു കുഞ്ഞ് ഒരു ദിവസം ഈ വിദ്യാലയത്തിൽ എത്തിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരു 10 മണിക്ക് ശേഷം ഹാജർ കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ മൊബൈലിലേക്ക് ആ സന്ദേശങ്ങൾ അയക്കുകയും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും ഒക്കെ അന്നേരം ഞങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഈ സ്കൂള് മികച്ച സ്കൂളാണ്, മികച്ച സ്കൂളുകളിൽ ഒന്നാണ്. ഞങ്ങളുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് നേടിയ അധ്യാപകരാണ്. അതുപോലെ തന്നെ സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കായിക കലാമത്സരങ്ങൾക്ക് എന്നും ഞങ്ങൾ പ്രാധാന്യം, പഠിപ്പിനേക്കാട്ടിലുപരി പഠിപ്പിനോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ കായിക കലാമത്സരങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ ആ മെമ്മറി പവർ വർദ്ധിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്കൂളിലൊരു മികച്ച ബാൻഡ് ട്രൂപ്പ് ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ അത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു.
നല്ല കുഞ്ഞുങ്ങൾ, കഴിവുറ്റ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. അടൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികൾക്ക് പിങ്ക് പോലീസിന്റെ സേവനം ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കലാലയത്തിലേക്ക് കടന്നു വരുവാൻ അടൂർ ബസ് ഇറങ്ങിയാൽ 10 മിനിറ്റ് പോലും നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ സ്കൂളിന്റെ അന്തരീക്ഷം കുട്ടികൾക്ക് നല്ല മനസ്സിന് ഉന്മേഷം നൽകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ സ്കൂൾ നിലകൊള്ളുന്നത്. ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും എങ്ങനെയാണോ ഒരു കുട്ടിയെ തൻ്റെ മക്കളെ കാണുന്നത് പോലെ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും കാണുന്നു, അതേപോലെ തന്നെയാണ് MPTയും PTയും എൻ്റെ മകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ മറ്റു കുട്ടികളും ആയിരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ഈ MPTയും PTയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്നതായ എല്ലാ പിന്തുണയും ഈ മാനേജ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും വളരെയേറെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാൻ വളരെയേറെ പ്രയത്നിക്കുന്ന ഒരു സ്കൂളാണ് ഇത്. നമുക്കറിയാം, ലഹരിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കുട്ടികൾ മുൻപന്തിയിൽ തന്നെയുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു വർഷക്കാലമായി നീണ്ടു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിലും ഇവിടുത്തെ ഒരു കുട്ടി പോലും ലഹരിക്ക് അടിമയാകാതെ തന്നെ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരും ഈ സ്കൂളിന്റെ ഉന്നമനത്തിനും അതേപോലെ ഈ സ്കൂൾ മറ്റുള്ള തലങ്ങളിൽ എത്തിക്കുന്നതിനും പരിശ്രമിക്കുന്നവരായിരിക്കും. ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ മകളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ പഠിച്ച അനേക മാതാപിതാക്കൾ അവരുടെ കുട്ടികളെയും ഈ സ്കൂളിൽ തന്നെ അഭിമാനത്തോടെ തന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം, അവർ പഠിച്ച ഈ സ്കൂളിൽ നിന്നും അവരുടെ മക്കൾക്കും നല്ലത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന്. എൻ്റെ പേര് കൃഷ്ണേന്ദു ബിജി. ഞാൻ സെൻറ് മേരീസ് MMHSൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു CBSE സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിലാണ് ഈ ഒരു സ്കൂളിൽ വന്ന് ചേർന്നത്. സ്പെൻഡ് ചെയ്ത 3 വർഷവും നല്ല രീതിയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. അതേപോലെ തന്നെ കുട്ടികളെ വളരെയേറെ ശ്രദ്ധിക്കുകയും അതേപോലെ അധ്യാപനം മികവ് പുലർത്തുകയും ചെയ്യുന്ന ഒരു സ്കൂളാണിത്. കുട്ടികൾ വളരെ അച്ചടക്കത്തോടെയാണ് ഇവിടെ പെരുമാറുന്നത്. ഈ സ്കൂളിലെ ടീച്ചേഴ്സ് വളരെയേറെ പ്രോത്സാഹനം നൽകുന്ന ടീച്ചേഴ്സാണ്. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എനിക്ക് ഒരു ഇംഗ്ലീഷ് നോവൽ എഴുതി കഴിയാൻ സാധിച്ചു. അതിൻ്റെ പ്രകാശനം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നു. കുട്ടികളോട് മാത്രമല്ല, അതേപോലെ തന്നെ പേരൻസിനോടും ടീച്ചേഴ്സിനും നല്ല കോപ്പറേഷൻ ഉണ്ട്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ 3 വർഷം എനിക്ക് ചെലവഴിക്കാൻ കഴിയും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങ് വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷം. ഞാൻ ലിബിയന്ന ബിനു. ഞാനിവിടെ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. LKG മുതൽ തന്നെ ഞാനിവിടെ പഠിക്കുന്നു. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞാനിവിടെ നിന്നാണ് വർക്ക് എക്സ്പീരിയൻസിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചത്. ടീച്ചർമാർ സ്വന്തം മക്കളെ പോലെയാണ് കുട്ടികളെ നോക്കുന്നത്. ഹായ്, എൻ്റെ പേര് കപില. ഞാൻ സെൻറ് മേരീസ് MMGHSൽ 2021 ബാച്ചിൽ പാസ് ഔട്ടായ ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് സ്കൂളിനെ കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള സ്കൂൾ വേറെ നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. കാരണം അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ്. പ്ലസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാ തരത്തിലും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീച്ചേഴ്സാണ് അവിടെ തന്നെ ഉള്ളത്. അതിപ്പോൾ പ്രിൻസിപ്പാൾ മുതൽ ബാക്കിയുള്ള ടീച്ചേഴ്സ് മുതൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ എല്ലാവരുമായിട്ടും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ പാസ്ഔട്ടായിട്ട് ഇത്രയും വർഷമായിട്ട് പോലും അവിടുത്തെ ടീച്ചേഴ്സായിട്ടായാലും എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോഴും ഓരോരോ സജഷൻസ് നമുക്ക് അവർ പറഞ്ഞു തരികയും എല്ലാം ഉണ്ട്. പിന്നെ അവർ നമുക്ക് ഒരുക്കി തരുന്ന അവർ പഠിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉൾപ്പെടെ അത്രയും നല്ലൊരു നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ തന്നെ തോന്നും. ഇപ്പോഴും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കാരണം അത്രയും നല്ലൊരു എൻവയോൺമെൻറ്റാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ തന്നെ ഇപ്പോഴും അതെനിക്കൊരു ഭയങ്കര പ്രൗഡാണ്. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയതെന്നൊക്കെ പറയാനായിട്ട്. പഠനകാര്യത്തിലായാലും നമുക്ക് പേഴ്സണലി ആയാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും. അവിടുത്തെ ചുറ്റുവട്ടമായാലും എല്ലാം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മിസ് ചെയ്യുന്നു. നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്തൊക്കെയായാലും സെൻറ് മേരീസിൻ്റെ കൂട്ടൊന്നും വരില്ല, അങ്ങനെ ഒരു മൈൻഡാണ്. കാരണം ഇപ്പോഴും നമ്മളതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, പണ്ട് പഠിച്ചതൊക്കെ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഭയങ്കര ചേഞ്ചസും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പഠിച്ചപ്പോൾ പോലെ നല്ല ടീച്ചേഴ്സും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്ഥലങ്ങളിലായാലും ഇപ്പോൾ പഠിക്കുന്നിടത്തായാലും അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ഞാൻ ഭയങ്കര പ്രൗഡാണ് സെൻറ് മേരീസിൽ പഠിച്ച സ്റ്റുഡൻറ്റ് ആണെന്ന് പറയാനായിട്ട്. അടൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസ് MMHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ.
UP തലം മുതൽ ഈ സ്കൂളിൽ നിന്ന് മഹത്തായ അനുഭവങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളിലും അധ്യാപകരുടെ സ്നേഹവും പിന്തുണയും വാക്കുകൾക്ക് അതീതമാണ്. ഏതൊരു ജീവിതാവസ്ഥയിലും കൂടെ നിൽക്കുന്ന അധ്യാപകരും കൂട്ടുകാരും എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ സ്കൂളിൽ നിന്ന് ലഭിച്ച അറിവുകളും ധാർമ്മികതയും മൂല്യബോധവും എല്ലാം തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കും. ഞാൻ അനുഭവിച്ച ഓരോ നന്മകളും എൻ്റെ അനുജൻ കൂടി അനുഭവിക്കണം എന്ന ലക്ഷ്യത്തോടെ എൻ്റെ അനുജനെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ നിന്ന് അഭിമാനത്തോടെ പടിയിറങ്ങുകയാണ്. എൻ്റെ പേര് ശ്രീപാർവതി സത്യം. ഞാൻ 9th പഠിക്കുന്നത്. ഞാൻ ഇവിടെ 8th ആദ്യമായിട്ട് വരുന്നത്. ഈ സ്കൂളിൽ എല്ലാ മേഖലകളിലും മികച്ച പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും മികച്ച IT ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളുമാണ്. ഞാൻ ഈ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കാഡറ്റിലെ അംഗമാണ്. ഞങ്ങൾക്ക് ലിറ്റിൽ കൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോമ്പറ്റീഷനുകളോ പ്രോഗ്രാമുകളോ എന്തെങ്കിലും കണ്ടെത്തിയതാ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ക്ലാസ്സുകളും പ്രാക്ടീസുകളും ടീച്ചേഴ്സ് എടുത്തു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോമ്പറ്റീഷനിലെല്ലാം മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിന് വേണ്ടി ഞങ്ങൾക്ക് മികച്ച ട്രെയിനിങ് തരികയും എനിക്ക് സ്റ്റേറ്റ് ക്യാമ്പ് വരെ പോകുവാനും സാധിച്ചു. പത്തനംതിട്ടയെ തെരഞ്ഞെടുത്ത കുട്ടികളിലെ ഏക പെൺകുട്ടി അത് ഞാനായിരുന്നു. അതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സ് ടീം ഈ വർഷം ഒരുപാട് പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഡ്രഗ്സിനെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, പേര് തലമുറ. അതിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ അത് റിലീസ് ചെയ്യാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ISRO നാഷണൽ സ്പേസ് ക്വിസിൽ പങ്കെടുക്കുവാനും അതിൽ 5th പ്ലേസ് നേടാനും എനിക്ക് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ISROയുടെ മുൻ ചെയർമാനായിരുന്ന S. സോമനാഥ് സാറിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സുവർണാവസരവും എനിക്ക് ലഭിച്ചു. അതിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഇതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന സയൻസ് ക്ലബിലെയും ലിറ്റിൽ കൈറ്റ്സിലെയും ടീച്ചേഴ്സിനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ സെന്റ് മേരീസിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടുത്തെ ഒരു കുട്ടി ഡോക്ടറുടെയാണ്. നിങ്ങൾക്കറിയാലോ, നേരത്തെ ഇവിടെ ഗേൾസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളും വന്നു. ഞങ്ങളുടെ ഈ സ്കൂളിൽ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അഡോളസൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതെന്താണെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് അഡോളസൻസ് കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണെങ്കിൽ ഞങ്ങൾ തന്നെ മാറ്റി കൊടുക്കുകയും അല്ലെങ്കിൽ കൗൺസിലിംഗ് ടീച്ചേഴ്സിനെ കുറിച്ച് മാറ്റി കൊടുക്കുകയും ചെയ്യും. എൻ്റെ പേര് തരുൺ ശങ്കർ. ഞാൻ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ മിക്സഡ് സ്കൂളാക്കിയ പിന്നെ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. ഇവിടെ ഞാൻ വന്ന സമയത്ത് വിചാരിച്ചു ഇവിടെ PT കളിച്ച് അങ്ങനെ കളിച്ചേരിച്ച് പോകുന്നൊരു ഇതാണ്. പക്ഷേ ഇവിടെ വന്ന പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സ്കൂള് സ്പോർട്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്കൂൾ തന്നെയാണ്. കാരണം ഈ സ്കൂൾ വന്ന സമയം തൊട്ട് ഞാൻ ഇവിടുത്തെ ഒരു ഫുട്ബോൾ ടീമിൽ അംഗമാണ്. ഫുട്ബോൾ ടീമായാലും ഇവിടുത്തെ കോച്ചായാലും എല്ലാം ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇവിടെ 2 ടൂർണമെൻറ്റുകൾ നടത്തി. 2 ടൂർണമെൻറ്റിൽ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ പെൺകുട്ടികളുടെ കബഡി ടീം അവർ നാഷണൽ ലെവലിൽ പങ്കെടുക്കാനും പ്രൈസുകൾ നേടാനും ഒക്കെ ലഭിച്ചു. കബഡിക്ക് പുറമെ ഇവിടെ ക്രിക്കറ്റ്, ഫുട്ബോള്, കുങ്ഫു ക്ലാസ്സുകൾ, കരാട്ടെ ക്ലാസ്സുകൾ, പിന്നെ വോളിബോൾ ക്ലാസ്സുകൾ ഇതെല്ലാം ഇവിടെ ലഭിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ടീച്ചർമാരും അധ്യാപകരും എല്ലാം നൽകുന്നു. എൻ്റെ പേര് സിമി മറിയം ജോസ്. ഞാനിവിടുത്തെ കായിക അധ്യാപികയാണ്. നമ്മുടെ സ്കൂളിലെ സോഷ്യൽ വിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരാണ് ഈ സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും അത് വീഡിയോ എടുക്കുകയും നല്ല രീതിയിൽ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന ഒരു വിങ്ങാണിത്. വളരെ മികച്ച രീതിയിലാണ് ഈ സ്കൂളിലെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ഒരു പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ പണിയെടുക്കുന്ന ഒരു വിഭാഗം കുട്ടികളാണിത്. വളരെ മികച്ച സംസ്ഥാന തലത്തിൽ തന്നെ ക്യാമ്പിൽ പങ്കെടുത്ത ഞങ്ങളുടെ ശ്രീപാർവതി ഇവിടെയുണ്ട്. അതുപോലെ സ്കൂൾ ടിങ്കറിംഗ് ലാബ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ടീം കലഞ്ഞൂർ സ്കൂളിൽ പോവുകയും അതിനോടൊപ്പം ഒരു 1 ഡേ ടൂർ ഒരു വളരെ മികച്ച അനുഭവമായിരുന്നു കുട്ടികൾക്ക്. ഞങ്ങൾ പോകുന്ന ആനക്കൂട്, അതുപോലെ മണ്ണീറ കൊട്ടവഞ്ചി സവാരി, അവിടെ എല്ലാം ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാവരെയും കൊണ്ട് കാണിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു അവർക്ക് ഉണ്ടായത്. ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ 2 നാഷണൽ മെഡൽ സ്പോർട്സിൽ നമ്മുടെ +2 പഠിക്കുന്ന അമാനികയും സ്നേഹയും 2 കുട്ടികൾക്കായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഏക മെഡലും അതായിരുന്നു. അവർ ഈ വർഷത്തെ ഖേലോ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അവർക്ക്. അതുപോലെ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ അവർക്ക് മെഡലുണ്ടായിരുന്നു. ഇപ്പോൾ ഫെഡറേഷൻ കപ്പിലും അവർ മത്സരിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഫുട്ബോള്, സെപക് താക്രോ, കബഡി, കഴിഞ്ഞ വർഷത്തെ റവന്യൂ ജില്ലാ ജൂനിയറും സീനിയറും വിഭാഗം കബഡി നമ്മൾ വിന്നേഴ്സ് ആയിരുന്നു. അതുപോലെ ഇവിടുത്തെ ഫുട്ബോൾ ടീം ആദ്യമായിട്ടാണ് ഇവിടെ ആൺകുട്ടികൾ വന്നത്. എന്നിട്ട് പോലും സബ് ജൂനിയറിലും ജൂനിയറിലും സീനിയറിലും ഓരോ ടീം നമുക്ക് സബ് ജില്ലയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ 2 കുട്ടികൾക്ക് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടുത്തെ അവധിക്കാല പരിശീലനം തുടങ്ങുകയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന കുട്ടികളും നമുക്ക് പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ഈ 2 കോച്ചിങ് ക്യാമ്പുകളാണ് ഇപ്പോൾ അവധിക്കാലത്ത്. അടുത്ത ആഴ്ച ഞങ്ങൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിറ്റിൽ കൈറ്റ്സിൻ്റെ യൂണിറ്റ് ഒരു ഷോർട്ട് ഫിലിം അവർ പ്ലാൻ ചെയ്യുന്നു. സ്കൂൾ തുറന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. അവരതിൻ്റെ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്കിവിടെ ഈ കായിക രംഗം എന്നതുപോലെ തന്നെ നമ്മുടെ കലാപരമായിട്ടാണെങ്കിലും വർക്ക് എക്സ്പീരിയൻസിനാണെങ്കിലും ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മികച്ച ഒരു ടീം അതിനായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മുടെ കലാ മത്സരങ്ങൾക്കായാലും ശാസ്ത്രമേളകൾക്കായാലും വളരെ മികച്ച കുട്ടികൾ തന്നെയാണ് എല്ലാത്തിനും പങ്കെടുക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കൂൾ മാനേജർ കൃത്യമായി കാര്യങ്ങളെ വീക്ഷിക്കുകയും നമുക്ക് വേണ്ട കൈത്താങ്ങലുകൾ അതാത് സമയങ്ങളിൽ നൽകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ബാൻഡ് സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹമാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അദ്ദേഹം നൽകാമെന്ന് അപ്പോൾ തന്നെ ഏറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കുട്ടികളെല്ലാം പറഞ്ഞ പോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ വളരെ മികച്ച ഒരു യൂണിറ്റാണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതുപോലെ കുട്ടികൾക്കൊരു നമ്മുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഒരു സെൽഫ് ഡിഫെൻസ് കൃത്യമായി ക്ലാസ്സുകൾ, കരാട്ടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഒരു എറോബിക്സിൻ്റെ ടീം ഇവിടെയുണ്ട്. പിന്നെ അങ്ങനെ ഈ സ്കൂളിന് അടുത്ത വർഷം ഏറ്റവും മികച്ച പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിജയശതമാനമുള്ള, അതുപോലെ പാഠ്യേതര വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ PTA-യും മാനേജ്മെൻറ്റും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ HM ഉൾപ്പെടെ ഉള്ള ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും ചേർന്നുള്ള വളരെ ഒത്തൊരുമിച്ചൊരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഇവിടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊരു ആൻറ്റി ഡ്രഗ്സ് സ്ക്വാഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട അടൂര് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്. പിങ്ക് പോലീസിൻ്റെ സേവനം ഉണ്ടായിരിക്കും. അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഷാഡോ പോലീസ്, അങ്ങനെ ഒരു കുട്ടി പോലീസുകാരുണ്ട്. അവർ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കുന്നതിനുള്ള വേണ്ട ക്രമീകരണങ്ങളും ആ ഒരു സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വർഷത്തെ ഒരു പ്രോജക്റ്റായിട്ട് ഏറ്റവും മികച്ച ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബാൻഡ് ടീമാണ്. അത് ഒരു 40 കുട്ടികളെ എങ്കിലും നമ്മൾ ഒരു ബാൻഡ്, വളരെ മികച്ച ഒരു ബാൻഡ് നമ്മുടെ സ്കൂളിൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. വളരെ മികച്ച ഒരു PTA-യുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് നമ്മുടെ ഈ സ്കൂളിനുള്ളത്. അതായത് പുറത്തുനിന്ന് ഒരു ടീമും നമുക്ക് ആരും നമ്മുടെ സ്കൂളിനുള്ളിലേക്ക് കടക്കാതെ നമുക്ക് സ്കൂളിന് ചുറ്റും ക്യാമറ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്കൂളിനുള്ളിൽ വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും പുറത്തേക്ക് ആരുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നോട്ടം, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ഒരു JRC-യുടെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് യൂണിറ്റിനുള്ള മന്ത്രി വീണ ജോർജിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ JRC-യുടെ കോർഡിനേറ്റർ ഷിജി ടീച്ചറാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ കോർഡിനേറ്റർ ബിജി ടീച്ചറാണ്. അടുത്ത വർഷം നമുക്ക് സ്കൗട്ട് ഗൈഡ്സിൻ്റെ ഓരോ യൂണിറ്റുകൾ കൂടി തുടങ്ങുന്നതിനുള്ള പ്ലാനിംഗ് ഉണ്ട്. നമ്മളതിൻ്റെ ബേസിക് ട്രെയിനിങ്ങുകൾ കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത വർഷം ആദ്യം തന്നെ സ്കൗട്ടിൻ്റെയും ഗൈഡ്സിൻ്റെയും ഓരോ യൂണിറ്റ് നമ്മളിവിടെ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്.